മുനമ്പം വിഷയം പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇടപെടുന്നുവെന്ന വാർത്തയിലേക്കാണ് ഇനി. ബിഷപ്പുമാരെ ചർച്ചയ്ക്ക് വിളിച്ചു. കെ വി തോമസ് വഴിയാണ് മുഖ്യമന്ത്രിയുടെ നീക്കം. മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് സിനോജ് തോമസ്. മുനമ്പം വിഷയം അത് സംസ്ഥാന സർക്കാരിന് പരിഹരിക്കാൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ കിരീടത്തിലെ ഒരു പൊൻതൂവലായി അത് മാറുമെന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ചും ഇത്രയും നിയമം പാസ്സായതിനു ശേഷമുള്ള ഒരു വിവാദ കാലാവസ്ഥ നിൽക്കുമ്പോൾ എന്താണ് മുഖ്യമന്ത്രിയുടെ നീക്കം? കോഴിക്കോട് ആർച്ച് ബിഷപ്പ് കൊടുത്ത മറുപടി എന്താണ് സിനോജ്? സുജയ പാർവതി, ഗുഡ് ഈവനിങ്. അതായത് കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുൻപത്ത് വന്ന ശേഷം ഈ വിഷയം കൂടുതൽ സങ്കീർണമായിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് ഇന്ന് കെ വി തോമസ് വഴി മുഖ്യമന്ത്രി താല്പര്യം ബിഷപ്പുമാരെ അറിയിച്ചിരിക്കുന്നത്. കെ വി തോമസ് ഇന്ന് ഫോൺ മുഖാന്തരം കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലുമായി സംസാരിച്ചു. ഈ പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ട്, മുൻകൈ എടുക്കുമെന്ന് അറിയിച്ചു. അധികം വൈകാതെ തന്നെ ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്താനുള്ള താല്പര്യം കൂടി മുഖ്യമന്ത്രി കെ വി തോമസ് വഴി അറിയിച്ചിട്ടുണ്ട്. അധികം വൈകാതെ ഒരു ദിവസം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് കോഴിക്കോട് ആർച്ച് ബിഷപ്പ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ വിഷയം രമ്യമായി കൂട്ടായി പരിഹരിക്കണമെന്നാണ് കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് മതങ്ങൾ തമ്മിൽ ഒരു വിഭാഗീയത പാടില്ല, വേർതിരിവ് പാടില്ല. പാണക്കാട് തങ്ങൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ബിഷപ്പുമാരുമായി സംസാരിച്ചതാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയം കേരളത്തിൽ വെച്ച് തന്നെ രമ്യമായി പരിഹരിക്കപ്പെടുമെന്നുള്ള ഒരു വിശ്വാസമാണ് കോഴിക്കോട് ബിഷപ്പ് പറഞ്ഞിരിക്കുന്നത്. അതിനോടനുബന്ധിച്ചാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ചർച്ചയ്ക്ക് ബിഷപ്പുമാരെ വിളിച്ചിരിക്കുന്നത്. തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് ബിഷപ്പ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ മുനമ്പം വിഷയത്തിൽ KCBC പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അതായത് വഖഫ് നിയമ ഭേദഗതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അത് മുനമ്പം ജനതയോടുള്ള ഐക്യദാർഢ്യം എന്ന രീതിയിലാണ് അന്ന് ആ പ്രഖ്യാപനം നടത്തിയത്. പക്ഷേ കേന്ദ്രമന്ത്രി വന്നതോടുകൂടി ഈ വിഷയം കൂടുതൽ സങ്കീർണമാവുകയും ഈ നിയമ ഭേദഗതി വഴി ഇവർക്കൊരു നീതി നടപ്പാക്കുമെന്നൊരു വിശ്വാസം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരള സർക്കാർ ഇടപെട്ട ഈ വിഷയം പരിഹരിക്കുമെന്നൊരു വിശ്വാസമാണ് കോഴിക്കോട് രൂപത പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. അതിൽ ഫറൂഖ് കോളേജ് അനുകൂലമായ തീരുമാനമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഭൂമി വഖഫ് അല്ലെന്ന് കോളേജ് പറയുന്നുണ്ട്. അതും ഒരു അനുകൂല ഘടകമായി കോഴിക്കോട് രൂപത കാണുകയും ചെയ്യുന്നുണ്ട്. സുജയ, ഓക്കെ, മുഖ്യമന്ത്രി ഇടപെടുന്നു. അത് ആ ചർച്ചയ്ക്ക്, ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്ന തരത്തിലേക്ക് ആ ചർച്ചയിൽ ഈ കൂടിയാലോചനകളിൽ കാര്യങ്ങൾ എത്തുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. വഖഫ് നിയമ ഭേദഗതി അത് പാസ്സായിരിക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ബിഷപ്പുമാരുമായി നടത്തുന്ന ചർച്ച അത് ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. റിപ്പോർട്ടർ